ഹായ് മക്കളെ, ലീഡ്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതേ നമ്മുടെ ഓണപരീക്ഷയായില്ലേ. അപ്പം നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയൊക്കെയാണ് ആൻസേഴ്സ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചത്. അല്ലേ, കഴിഞ്ഞ പ്രാവശ്യം സിലബസ് മാറി വന്നേ ഉള്ളൂ. അപ്പോൾ ഒരു എക്സാം ആണ് നമുക്ക് നടന്നിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു എക്സാം പാറ്റേൺ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നൊക്കെ ഉള്ളത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എക്സാം ആൻസർ ഷീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് നോക്കണം? ഓക്കെ, ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 5 ഈച്ച് ക്യാരീസസ് 1 സ്കോർ. അത് ഈ കാര്യം നമ്മൾ മൈൻഡ് ആക്കാത്തേ ഇല്ലാത്ത കാര്യമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ മുകളിൽ എന്ത് ഹിന്റ് ആണോ കൊടുത്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വായിച്ച് മനസ്സിലാക്കണം. അതായത് താഴെ തന്നിരിക്കുന്ന 1 മുതൽ 5 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും എന്ത് ചെയ്യണം, ഉത്തരം എഴുതണം. എല്ലാത്തിനും ഓരോ മാർക്ക് വീതമാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് 1 വേർഡിന്റെ പോർഷൻ ആണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഹൂ റോട്ട് അർദ്ധശാസ്ത്ര? അർദ്ധശാസ്ത്രം എഴുതിയത് ആരാണ്? അർദ്ധശാസ്ത്രം എഴുതിയത്? ബിംബിസാരനാണോ? മെഗാസ്തിസ് ആണോ? അതോ ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണോ? ആരാണ്? കൗഡല്യന്റെയാണ് അർദ്ധശാസ്ത്രം അല്ലെ. 1 വേർഡ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ അവോയ്ഡ് ചെയ്ത് കളയുന്ന കാര്യങ്ങളായിരിക്കും വന്നിട്ടുണ്ടാവുക. ദെൻ അടുത്ത ചോദിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ മധ്യശിലായുഗ കേന്ദ്രം ഏതാണ്? ഐഡന്റിഫൈ ദ മെസോലിത്തിക് സൈറ്റ് ഇൻ ദ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ മെസോലിത്തിക് സൈറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അലിക്കോഷ്, സ്റ്റാർക്കാർ, ഷോവേ, പിന്നെ ജാർമോ എന്നൊക്കെ പറഞ്ഞതാണ്. ഏതാണ് മെസോലിത്തിക് സൈറ്റ് ഇംഗ്ലണ്ടിലെ? യെസ്, സ്റ്റാർക്കാർ ആണ് അല്ലേ. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് എ ഫ്യൂ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ദ വേരിയസ് ലിസ്റ്റ് ഓഫ് ദ 7th ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ 7ാം പട്ടികയിൽ ഉൾപ്പെടുന്ന ചില കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായത് ഏതാണെന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുന്ന് വേഗം കണ്ട ഉടനെ ഈ 1, 2 ഉള്ളത് നമ്മൾ എന്ത് ചെയ്തും അങ്ങ് എഴുതി വെക്കും ഇല്ല അല്ലെ. അതിന്റെ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് കൃത്യമായ ഓപ്ഷൻസ് നിങ്ങളുടെ ശരി ഉത്തരം ഏതാണെന്ന് ഇവിടെ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ABC എന്ന് പറയുന്ന ABCD എന്ന് പറയുന്നത് ഇതേപോലെ താഴെ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് വേണം എന്ത് ചെയ്യാൻ, ഉത്തരങ്ങൾ സെലക്ട് ചെയ്യാനുള്ളത്. അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ, ഫോറിൻ അഫയേഴ്സ് ആൻഡ് ഡിഫൻസ് എക്സെട്ര ആർ ഇൻക്ലൂഡഡ് ഇൻ ദ യൂണിയൻ ലിസ്റ്റ്. അതായത് യൂണിയൻ ലിസ്റ്റിലാണ് വിദേശകാര്യം, പ്രതിരോധം ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? ഒന്നാമത്തേത് യെസ്, ഒന്നാമത്തെ ഇതെന്താണ്, ശരിയാണ് അല്ലെ. ദെൻ രണ്ടാമത്തെ എന്താണ്, റെയിൽവേ, പോലീസ് എക്സെട്ര ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കൺകറന്റ് ലിസ്റ്റ്. അതായത് പോലീസ്, റെയിൽവേ തുടങ്ങിയ കാര്യങ്ങൾ കൺകറന്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സമവർത്തി ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? തെറ്റാണ് അല്ലെ. പോലീസ് ഏതിലാണ് വരുന്നത്? പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റിലും റെയിൽവേ യൂണിയൻ ലിസ്റ്റ് അല്ലെങ്കിൽ സെൻട്രൽ ലിസ്റ്റിലാണ് വരുന്നത്. രണ്ടാമത്തെ എന്താണ് ഇവിടെ, തെറ്റാണ്, റോങ് ആണ്. ദെൻ മൂന്നാമത്തത് കൃഷി, ജയിൽ തുടങ്ങിയ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. കൃഷി, ജയിൽ തുടങ്ങിയവ സംസ്ഥാന ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ആണോ അല്ലയോ? ആണ് അല്ലെ. യെസ്, നമ്മൾ ആ ലിസ്റ്റുകൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം. കൺകറന്റ് ലിസ്റ്റിൽ എന്തൊക്കെ വരുന്നു, യൂണിയൻ ലിസ്റ്റിൽ എന്തൊക്കെ വരുന്നു, അതല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്തൊക്കെ വരുന്നു, അതല്ലാണ്ട് മറ്റ് ലിസ്റ്റുകളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരത്തിൽ ചോദ്യങ്ങൾ വന്നു കഴിയുമ്പോൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ദെൻ അടുത്തത് ഏതാണ്? വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. വിദ്യാഭ്യാസം, വിവാഹവും, മാരേജ്, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്നുള്ളത് യൂണിയൻ ലിസ്റ്റിലാണെന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. യൂണിയൻ ലിസ്റ്റിലാണോ? അല്ല, ഇത് തെറ്റാണ് അല്ലെ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഒന്നാമത്തതും രണ്ടാമത്തതുമാണ് ശരിയെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യണം? 1ഉം 3ഉം വന്നിരിക്കുന്നത് ഏത് ഓപ്ഷനിലാ? സിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ സി വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. സി എന്നുള്ളത് വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉത്തരമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ നാലാമത്തെ ചോദ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഐഡന്റിഫൈ ദ റിവേഴ്സ് ബിറ്റ്വീൻ വിച്ച് ഉത്തരാഖണ്ഡ് ഹിമാലയസ് ആർ സിറ്റുവേറ്റഡ്. ഉത്തരാഖണ്ഡ് ഹിമാലയ ഏതൊക്കെ നദികളുടെ അതിർത്തിയിലാണ് അല്ലെ, ഏതൊക്കെ നദികളുടെ അതിരിലാണ് ഉത്തരാഖണ്ഡ് ഹിമാലയ സ്ഥിതി ചെയ്തിരിക്കുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതൊക്കെയാണ്? ഇൻഡസും സത്ലജും ആണോ? അതോ സത്ലജും കാളിയാണോ? കാളി ടീസ്റ്റയാണോ? ടീസ്റ്റ ബ്രഹ്മപുത്രയാണോ? ഏതൊക്കെ നദികളുടെ ഇടയിലാണ് ഉത്തരാഖണ്ഡ് വന്നിരിക്കുന്നത്? സത്ലജിന്റെയും കാളിയുടെയും അല്ലെ. സത്ലജും കാളിയുമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിനെ വേർതിരിച്ചിരിക്കുന്നത് അല്ലെ. നദികൾക്കിടയിലാണ് ഇത് ഉത്തരാഖണ്ഡ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. അത് ഏതാമത്തെ ഓപ്ഷൻ, എത്രാമത്തെ ഓപ്ഷൻ ആണ്? ബി ഓപ്ഷൻ ആണ് അല്ലെ. സത്ലജ്,
കാളി, അതായത് ബി ഓപ്ഷനിലാണ് അത് വരുന്നത്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ പാസ് വിച്ച് കണക്ട് ഹിമാചൽ പ്രദേശ് വിത്ത് ലഡാക്ക്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി കണക്ട് ചെയ്യുന്ന പാസ് ഏതാണ്, ചുരം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആകെ കുറച്ച് ചുരങ്ങളുടെ പേരെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളൂ അല്ലെ, ഒന്നാമത്തെ ചാപ്റ്ററിൽ. അപ്പൊ എന്ത് ചെയ്യുക, ആ ചുരങ്ങളുടെ പേരങ്ങ് പഠിച്ചു നോക്കുക. അവരാരെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഇത്തരത്തിൽ വൺ വേർഡ് ആയിട്ട് വരാം. ഓക്കെ, ഏത് പാസ്സാണ് ഹിമാചലിനെ ലഡാക്കുമായിട്ട് കണക്ട് ചെയ്യുന്നത്? ഏത് പാസ്സാണ്? യെസ്, ബർലാച്ച പാസ് എന്ന് പറയുന്നതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഉത്തരം ഏതാണ്? ബർലാച്ച പാസ് ആണ് ഉത്തരാഖണ്ഡിനെ ലഡാക്കുമായിട്ട് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, വൺ വേർഡിന്റെ ഓപ്ഷൻ അപ്പൊ നമുക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്തത് ഏതാ വരുന്നത്? യെസ്, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ. ആൻസർ എനി 8 ഫ്രം ദ ക്വസ്റ്റ്യൻ 6 to 14 ഈച്ച് ക്യാരീസ് 3 മാർക്സ് അല്ലെ. താഴെ തന്നിരിക്കുന്നതിൽ 6 മുതൽ 14 വരെയുള്ളതിൽ ഏതെങ്കിലും 6 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 3 മാർക്ക് വീതമാണ്. അതായത് 8 എണ്ണം എഴുതണം. 3 മാർക്കിന്റെ എത്ര എണ്ണം എഴുതണം? 8 എണ്ണം എഴുതണം. 3 മാർക്കിന്റെ 8 എണ്ണം എഴുതിയാലാണ് നമുക്ക് ഇവിടെ എത്ര മാർക്ക് കിട്ടുള്ളൂ? 24 മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? അത് കൃത്യമായിട്ട് ആ 8 എണ്ണം എന്ത് ചെയ്തിരിക്കണം? അറ്റൻഡ് ചെയ്തിരിക്കണം കേട്ടോ. അതിൽ കൂടുതൽ എഴുതേണ്ട ആവശ്യമില്ല. 8 എണ്ണം മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ ബാദർ റീജിയൻ ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ ബാദർ റീജിയനെ പറ്റിയിട്ട്, അതിന്റെ പെക്യുലാരിറ്റീസിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുക? എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആകെ എത്ര മാർക്കിന്റെയാണ്? 3 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? കുറച്ച് പോയിന്റ്സുകൾ അതിനകത്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ആ ചോദ്യം എന്ന് പറയുന്നത് പേജ് നമ്പറിൽ, ജോഗ്രഫിയിലെ ടെക്സ്റ്റ് പേജ് നമ്പർ 37 കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പോയിന്റ്സുകൾ പഠിച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു ചെറിയ പാരാഗ്രാഫ് ആയിട്ട് എന്ത് ചെയ്യുക? ഇതിന് ഉത്തരം എഴുതുക. പാരാഗ്രാഫ് ആയിട്ട് എഴുതണം. ഓക്കെ, പോയിന്റ്സുകൾ ഒന്നും അല്ല ചോദിച്ചിരിക്കുന്നത്, പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊരു ചെറിയ പാരാഗ്രാഫ് ആയിട്ട് എന്ത് ചെയ്യുക? എഴുതുക. ദെൻ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദ ഡയഗ്രാം. ഈ ഡയഗ്രാം ഇതേപോലെ എന്തിൽ നമുക്ക് തന്നിട്ടുണ്ട്? ഹിസ്റ്ററിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഡയഗ്രാം ഇതേപോലെ തന്നെയാണ് നമുക്കുള്ളത്. എന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ടാണെന്ന് മാത്രമേ എന്തുള്ളൂ? വ്യത്യാസമുള്ളൂ. പേജ് നമ്പർ 9 ഹിസ്റ്ററിയിലെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 9 കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പാലിയോലിത്തിക് ഏജിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ബാക്കി ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയഗ്രാം വരച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ 7 എ എന്ന് പറഞ്ഞെഴുതാം, ബി എന്ന് പറഞ്ഞെഴുതാം, സി എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതിയാലും മതി. നമുക്ക് എന്ത് കിട്ടും? 3 മാർക്ക് കിട്ടും. ദെൻ അടുത്തത് എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഏതെങ്കിലും 3 സവിശേഷതകൾ എഴുതാനാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ 3 സവിശേഷതകൾ. ഇന്ത്യൻ ഫെഡറലിസത്തിന് എന്തോരം സവിശേഷതകൾ നമുക്ക് തന്നിട്ടുണ്ട് ടെക്സ്റ്റിൽ പേജ് നമ്പർ 69 നമുക്കൊരു പദസൂര്യനൊക്കെ വരച്ചിട്ട് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു 3 എണ്ണം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? ഒരു 3 എണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കുക ഫെഡറലിസത്തിന്റെ. ദെൻ അടുത്തത് പ്രിപ്പയർ എ നോട്ട് ഓൺ ബുദ്ധിസ്റ്റ് സ്തൂപാസ്. ബുദ്ധിസ്റ്റ് സ്തൂപങ്ങളെ പറ്റിയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോൾ അതൊരു 3 മാർക്കിൻ്റെതാണ്. അതിനനുസരിച്ച് ഒരു പാരാഗ്രാഫിൽ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക 3 മാർക്കിന്റെ ചോദ്യത്തിന്. എന്തൊക്കെ എഴുതാം നമുക്ക് അതിനകത്ത്? സ്തൂപങ്ങളുടെ പ്രത്യേകത എന്താണ്, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്തൂപങ്ങൾ എന്ന് പറഞ്ഞ് എഴുതുക. സ്തൂപങ്ങൾ എന്താണ്, സ്തൂപങ്ങളുടെ പ്രത്യേകത എന്താണ്, പ്രധാനപ്പെട്ട സ്തൂപങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി? അതിനെ പറ്റിയൊരു ഷോർട്ട് നോട്ടായി അല്ലെ. ഇത് സെക്കൻഡ് ചാപ്റ്ററും ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഐഡന്റിഫൈ ഹിമാലയൻ റേഞ്ചസ് റെപ്രസെന്റഡ് ബൈ ദ ഗിവൺ നെയിംസ്. നോക്കിക്കേ, എന്ത് എളുപ്പമാണെന്ന് നോക്കിക്കേ. ഔട്ടർ ഹിമാലയ എന്ന് പറയുന്നത് ഏതാണ് ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നത്? ഔട്ടർ ഹിമാലയ ഏതാണ്? ഔട്ടർ ഹിമാലയ അല്ലെങ്കിൽ ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് സിവാലിക് ആണ്. അതിന്റെ നേരെ എ എന്ന് എഴുതിയിട്ട് ഔട്ടർ ഹിമാലയ എന്ന് എഴുതി ഒരു ഐഫൺ ഇട്ട് സിവാലിക് എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടി? നമുക്ക് 1 മാർക്ക് കിട്ടി. ഗ്രേറ്റർ ഹിമാലയ അല്ലെങ്കിൽ ഗ്രേറ്റർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിമാദ്രിയാണ് അല്ലെ. ഗ്രേറ്റർ ഹിമാലയ എന്ന് പറയുന്നത് ഹിമാദ്രിയാണ്. ദെൻ ലെസ്സർ ഹിമാലയ എന്ന് പറയുന്നത് ഏതാണ്? ലെസ്സർ ഹിമാലയ ഹിമാചൽ ആണ്. ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഏതാണ്? യെസ്, ഹിമാചൽ ആണ്. ഈ ഗ്രേറ്റർ ഹിമാലയ അല്ലെങ്കിൽ ഇന്നർ ഹിമാലയ എന്നും കൂടെ ഹിമാദ്രി അറിയപ്പെടും. ഈ 3 കാര്യങ്ങൾ എഴുതിയാൽ മതി. നമുക്ക് എന്ത് കിട്ടും? 3 മാർക്ക് കിട്ടും.
എളുപ്പമല്ലേ? ഈ പേരുകൾ മാത്രമേ എഴുതാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, നെയിംസ് എഴുതാൻ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിനെന്തായി ആ 3 പേരുകൾ എഴുതിയാൽ നമുക്ക് 3 മാർക്ക് കിട്ടും. Then അടുത്തത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ് ടു മേക്ക് ഹ്യൂമൻ റിസോഴ്സസ് മോർ എഫിഷ്യൻറ്റ്. ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാനവ വിഭവശേഷിയെ കൂടുതൽ ഉള്ളതാക്കി മാറ്റാൻ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? മാനവ വിഭവശേഷിയെ കാര്യക്ഷമമുള്ളതാക്കി മാറ്റണമെങ്കിൽ നമുക്ക് ഏതൊക്കെ ഘടകങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം, അല്ലെങ്കിൽ ഏതൊക്കെ ഘടകങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമമായി മാറ്റാൻ കഴിയുമെന്നാണ് പഠിച്ചത്. ഒന്ന് ഹെൽത്ത് കെയർ, രണ്ടാമത്തത് വിദ്യാഭ്യാസം, മൂന്നാമത്തത് എന്താണ് ജോബ് ട്രെയിനിങ് അല്ലേ. 3 കാര്യങ്ങളിൽ നമ്മൾ ജോബ് ട്രെയിനിങ് കൊടുത്താൽ അല്ലെങ്കിൽ കൂടുതൽ ഹെൽത്ത് ഫെസിലിറ്റീസസ് ഒക്കെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ എന്ത് സംഭവിക്കാം, നമുക്ക് പ്രോപ്പർ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ പ്രോപ്പർ ട്രെയിനിങ്, പിന്നെ ബെറ്റർ എഡ്യൂക്കേഷൻ ഒക്കെ അല്ലെ, ഉന്നത വിദ്യാഭ്യാസം ഒക്കെ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ മാനവ വിഭവശേഷിയെ നമുക്ക് കാര്യക്ഷമമുള്ളതാക്കി മാറ്റാം എന്ന് നമ്മുടെ ജോഗ്രഫിയുടെ 4ാമത്തെ ചാപ്റ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഇതിൽ നമുക്ക് അറിയില്ലാത്തതുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം അല്ലെ. ഇതിൽ പറയുന്നുണ്ട് അതിനെപ്പറ്റി എന്ത് ചെയ്യുക, ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങളും മാത്രം എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒരു പാരഗ്രാഫായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ അടുത്തത് അതിലും എളുപ്പം 12ാമത്തെ ചോദ്യം 3 ഫലക അതിരുകൾ തന്നിട്ടുണ്ട് അല്ലെ, പ്ലേറ്റ് ബൗണ്ടറീസ്. ഇത് ഏതൊക്കെയാണെന്ന് എന്ത് എഴുതിയാൽ മാത്രം മതി. 12A ഏതാണ്? 12A കൺവേർജന്റ് ആണ് അല്ലെ. കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറീസ് ആണ്. സംയോജക സീമ എന്ന് മലയാളത്തിൽ പറയും. ബി എന്ന് പറയുന്നത് വിയോജക സീമയാണ്, അതായത് എന്താണ് ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറി ആണ്. സി ഏതാണ്? ട്രാൻസ്ഫോം ബൗണ്ടറി ആണ് അല്ലെ. എന്താണ് ട്രാൻസ്ഫോം ബൗണ്ടറി അല്ലെങ്കിൽ ഛേദക സീമ എന്ന് മലയാളത്തിൽ പറയും അല്ലെ. ഈ കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് 3 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തത് 13ാമത്തത് നെയിം എനി 3 ദോബ്സ് ഇൻ ദ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ. പഞ്ചാബ് ഹരിയാന പ്ലെയിനിലെ 3 ദോബുകളുടെ പേര് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നു ദോബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, 2 നദികൾക്ക് ഇടയിലുള്ള പ്രദേശത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ദോബുകൾ എന്ന് പറയുന്നത്. ആ നദികൾ വീണ്ടും എന്ത് ചെയ്യുന്നു, റിവേഴ്സ് വീണ്ടും പിന്നീട് എവിടെയോ വെച്ചിട്ട് അതെന്ത് ചെയ്യുന്നു, കൂടിച്ചേരുന്നു. അപ്പൊ 2 നദികൾക്കിടയിലുള്ള പ്രദേശത്തിനെയാണ് എന്തെന്ന്, ദോബുകൾ എന്ന് പറയുന്നത് അല്ലെ. 5 നദികളുടെ നാട് പഞ്ചാബ്. അപ്പൊ പഞ്ചാബിൽ തന്നെ 5 ദോബുകൾ, കുറെ ദോബുകളുടെ പേര് എവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ടെക്സ്റ്റിൽ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന്, അതായത് പേജ് നമ്പർ 34 ജോഗ്രഫിയിൽ പേജ് നമ്പർ 34 സെക്കൻഡ് ചാപ്റ്ററിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, ദോബുകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 എണ്ണത്തിന്റെ പേരുകൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. ഏതൊക്കെയാണ് ആ ദോബുകൾ കേട്ടിട്ടുണ്ടോ എന്ന് നോക്കണേ. ജലന്ധർ ദോബ്, ഭാരി ദോബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 3 എണ്ണം എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. Then അടുത്തത് നോക്കിക്കോ, 14ാമത്തെ ചോദ്യം താഴെ ചൂസ് ദ കറക്റ്റ് പെയർ റിലേറ്റഡ് ടു ദ സപ്താംഗ തിയറി. സപ്താംഗ തിയറിയുമായി ബന്ധപ്പെട്ട് എന്താണ്, കൃത്യമായ ജോഡികളെ തിരഞ്ഞെടുക്കുക എന്നതാണ് അടുത്ത ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. ദെൻ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, മിത്രം, സൗഹൃദ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഫ്രണ്ട്ലി കൺട്രീസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മന്ത്രി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ജനപദം ഭൂമേഖലയും ജനങ്ങളും, കോശം നീതിന്യായം, ദുർഗം എന്ന് പറഞ്ഞാൽ കോട്ട കെട്ടി സംരക്ഷിക്കുന്ന സ്ഥലം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ മിത്രം എന്ന് പറയുന്നത് ഫ്രണ്ട്ലി കൺട്രീസിന് പറയുന്നതാണോ? സപ്താംഗ തിയറീസിൽ, അതായത് കൗഡല്യന്റെ അർത്ഥശാസ്ത്രത്തെ പറ്റി പറയുന്ന ഒരു ഗ്രീൻ ബോക്സ് ഉണ്ട് നിങ്ങൾക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ, ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. അപ്പോൾ ആശയങ്ങളും ലോകരാഷ്ട്രങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിലുണ്ട്. അപ്പോൾ ആദ്യകാല രാഷ്ട്രങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിലുണ്ട്. അപ്പോൾ അതിന്റെ താഴെയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിൽ സപ്താംഗ തിയറീസ് ഏതൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. മൗര്യരാജ്യം സപ്താംഗ തിയറിയിൽ, സപ്താംഗ സിദ്ധാന്തത്തിൽ ഊന്നിയുള്ളതായിരുന്നു ഏത്, മൗര്യരാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് കൃത്യമായതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിത്രം എന്ന് പറയുന്നത് എന്താണ്, ഫ്രണ്ട്ലി കൺട്രീസ് ആണ്, സൗഹൃദ രാജ്യങ്ങളാണ്, ശരിയാണ്. സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, കിങ് ആണ് അല്ലെ. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, സ്വാമി മന്ത്രി എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് തെറ്റാണ്. ജനപദം എന്ന് പറഞ്ഞാൽ ഭൂമേഖലയും ജനങ്ങളും, സി എന്താണ്, ശരിയാണ്. കോശം എന്ന് പറഞ്ഞാൽ നീതിന്യായം എന്നാണ് കൊടുത്തിരിക്കുന്നത്, കോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഖജനാവാണ് അല്ലെ, അപ്പൊ ഇത് തെറ്റാണ്. ദെൻ ദുർഗം എന്ന് പറഞ്ഞാൽ കോട്ട കെട്ടി സംരക്ഷിക്കുന്ന സ്ഥലം എന്നാണ്. ഇംഗ്ലീഷിൽ എന്താണ്, ദുർഗ എന്ന് പറഞ്ഞാൽ ഫോർട്ടിഫൈഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ ശരി വന്നിരിക്കുന്നത്, എയും സിയും ഇയുമാണ്. എയും
സിയും ഇയുമാണ്. ഇതെന്ത് ചെയ്യുക, അത് ആൻസറിലേക്ക്, ഉത്തരത്തിലേക്ക് ശരിയായത് ഏതൊക്കെയാണെന്നുള്ളത് തിരഞ്ഞെടുത്ത് എഴുതുക. വെറുതെ എ സി ഇ എന്ന് എഴുതരുത്. പകരം എന്ത് ചെയ്യുക, എ എന്ന് എഴുതി മിത്രം, സൗഹൃദ രാജ്യങ്ങൾ, ജനപദം, ഭൂമേഖലയും ജനങ്ങളും, ദുർഗം, കോട്ടകെട്ടി, സംരക്ഷണ സ്ഥലം എന്ന് എടുത്തെഴുതണം. വെറുതെ ഓപ്ഷൻസ് മാത്രം എന്ത് ചെയ്യരുത്, എഴുതി വെക്കരുത് കേട്ടോ. ആ ഉത്തരം കൂടി എന്ത് ചെയ്യണം, അതിന്റെ കൂടെ എഴുതി പോണം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നോക്കിക്കോ, അടുത്ത സെഷൻ തുടങ്ങി. 15 മുതൽ 26 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 10 എണ്ണത്തിന് ഉത്തരം എഴുതണം. ഓരോന്നിനും 4 മാർക്കാണ്. 3 മാർക്കിന്റെ 8 എണ്ണം എഴുതണം. 10 മാർക്കിന്റെ 4 മാർക്കിന്റെ 10 എണ്ണം അടുത്ത സെഷനിൽ എഴുതണം. ഓക്കെ, 10 എണ്ണം എഴുതിയാൽ മതി. നമുക്ക് 10 എണ്ണം എന്ന് പറയുമ്പോൾ 15 മുതൽ 26 11 ചോദ്യങ്ങളുണ്ട്. അതിൽ എത്ര എണ്ണം, 10 എണ്ണത്തിന് ഉത്തരങ്ങൾ നമ്മൾ എഴുതണം. ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്താണിത്? ഇതെന്ന് പറയുന്നത് മൺസൂൺ കാറ്റുകളെ സൂചിപ്പിക്കുന്നതാണ്. ഇത് ഏത് മൺസൂൺ കാറ്റിന്റെ സഞ്ചാരഗതിയാണ്, ഏത് മൺസൂൺ വിൻഡിന്റെ ഡയറക്ഷൻ ആണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് അതിനെ പറ്റി എന്ത് ചെയ്യണം, നോട്ട് പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഡയറക്ഷൻ ഓഫ് ദ അഡ്വാൻസ്മെന്റ് ഓഫ് ദ മൺസൂൺ വിൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മൺസൂൺ വിൻഡിന്റെ ദിശയെ പറ്റിയിട്ട്, ഡയറക്ഷനെ പറ്റിയിട്ട് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 മൺസൂൺ വിൻഡുകളാണ് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒന്ന് ഏതൊക്കെയാണ്, സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസണും അല്ലെ. 2 മൺസൂൺ സീസൺസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഏതാണ്, 2 ബ്രാഞ്ച് ആയിട്ട് തിരിയുന്നുണ്ട്. ബ്രഹ്മപുത്ര പ്ലെയിൻ ഇതെന്ത് ചെയ്യുന്നു, ഇവിടെ മഴ പെയ്യിക്കുന്നു. ഈ ബ്രാഞ്ച് എന്ത് ചെയ്യുന്നു, ഗംഗാ പ്ലെയിനിൽ മഴ പെയ്യിച്ചിട്ട് ആര്യവല്ലി റേഞ്ചിന് അറബിക്കടലിൽ നിന്ന് വരുന്ന മൺസൂൺ കാറ്റുമായി കൂടിച്ചേർന്ന് ആര്യവല്ലി റേഞ്ചിന് സമാന്തരമായിട്ട് പോകുന്നു. ഇവിടെ ഏതിന് മഴ ലഭിക്കുന്നില്ല, രാജസ്ഥാൻ പ്ലെയിനിന്, രാജസ്ഥാൻ സമതലത്തിന് മഴ ലഭിക്കുന്നില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൂട്ടിയിട്ട് വേണം ഈ കാറ്റിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ മൺസൂണിന്റെ പ്രത്യേകതയെ പറ്റി എഴുതാൻ വേണ്ടി. 4 മാർക്കിനാണ്. അപ്പോൾ 3 മാർക്കിനേക്കാളും കുറച്ചും കൂടെ എന്ത് വേണം, അധികം ഇത് എഴുതിയാലാണ് ഉത്തരം കിട്ടുകയുള്ളൂ, മാർക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അടുത്തത് അടുത്ത 16ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കൂടുതൽ എഴുതുമൊന്നും വേണ്ട, എന്തൊക്കെ എഴുതിയാൽ മതി. ഐഡന്റിഫൈ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ബേസ്ഡ് ഓൺ ഇറ്റ്സ് റിവാർഡുകൾ അല്ലെങ്കിൽ ഓരോ ഉൽപാദക ഘടകങ്ങളുടെ പ്രതിഫലം നൽകിയിട്ടുണ്ട്. ഇത് ഏതൊക്കെ ഉൽപാദന ഘടകങ്ങളാണെന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. നമുക്ക് എത്ര മാർക്ക് കിട്ടും, 4 മാർക്ക് കിട്ടും അല്ലെ. ദെൻ പാട്ടം അല്ലെങ്കിൽ റെന്റ് എന്ന് പറയുന്നത് ഏത് ഉൽപാദക ഘടകത്തിന്റെയാണ്, ലാൻഡിന്റെയാണ് അല്ലെ. ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനത്തിന്റെയാണ്, പലിശ. വേതനം എന്ന് പറയുന്നത് ഏതിന്റെയാ, ലേബർ അല്ലെങ്കിൽ അധ്വാനത്തിന്റെയാണ്. പ്രോഫിറ്റ് ലാഭം എന്തിന്റെയാണ്, ലാഭം എന്ന് പറയുന്നത് എന്തിന്റെയാണ്, ലാഭം ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓൺട്രപ്രണർ സംഘടനത്തിന്റെ ആണ്, ഏത് പ്രതിഫലമാണ് ലാഭം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. നമുക്ക് എത്ര മാർക്ക് കിട്ടാൻ, 4 മാർക്ക് കിട്ടാൻ. ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നോക്കിക്കോ, അനലൈസ് ദ ഗിവൺ മാപ്പ്, ആൻസർ ദ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിന്റെ ഒരു മാപ്പാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ എന്താ, നെയിം എനി 2 മൗണ്ടൻ റേഞ്ചസ് ഇൻക്ലൂഡഡ് ഇൻ ട്രാൻസ് ഹിമാലയ. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന 2 മലനിരകളുടെ പേര് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പേര് വരെ സ്പെല്ലിംഗ് വരെ എഴുതി തന്നിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്, 2 മലനിരകളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, ലഡാക്കും കാരക്കോറം, ലഡാക്കും സസ്കറുമാണ്. അതിൽ ഏതെങ്കിലും 2 എണ്ണത്തിന്റെ പേര് എഴുതിയാൽ മതി. ദെൻ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നോക്കിക്കോ, പരുവഞ്ചാൽ മേഖലയിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും ഹിൽസ്, കുന്നുകളുടെ പേര് എഴുതാനാ പറഞ്ഞത്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണല്ലേ പരുവഞ്ചാൽ മേഖല വരുന്നത്. മെസോ ഹിൽസ്, പട്കായ് ബൂം, നാഗ ഹിൽസ് എന്ന് പറഞ്ഞ് ഒത്തിരി കുന്നുകളുണ്ട്. ദെൻ ഈ ക്ലാസിഫിക്കേഷൻ, അതായത് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിന്റെ ക്ലാസിഫിക്കേഷനും അതിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ് മലനിരകൾ എന്നുള്ളതും കുന്നുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചാലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. തന്നു കഴിഞ്ഞിട്ട് കാര്യമില്ല, എവിടെയാണ് ട്രാൻസ് ഹിമാലയം, എവിടെയാണ് ഹിമാലയം, എവിടെയാണ് ഈസ്റ്റേൺ ഹിൽസ് എന്നുള്ള കാര്യം അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉത്തരങ്ങൾ എഴുതാൻ പറ്റില്ല. ഓക്കെ,
അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 4 മാർക്കിന്റെ ലിസ്റ്റ് ഔട്ട് ദി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൽ ഏതെങ്കിലും എത്രണ്ണം എഴുതണം? 4 ഫീച്ചേഴ്സുകൾ മാത്രം എഴുതിയാൽ മതി. എത്രണ്ണം എഴുതിയാൽ മതി? 4 എണ്ണം എഴുതിയാൽ മതി. 4 ഫീച്ചേഴ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4 മാർക്ക് കിട്ടും. ദെൻ അടുത്തത് 19ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ആർ ദ പ്രിൻസിപ്പിൾ പ്രൊപ്പോസ്ഡ് ബൈ മഹാവീര ഫോർ അറ്റൈനിങ് മോക്ഷാസ്. മോക്ഷം ലഭിക്കാനായി മഹാവീര പ്രൊപ്പഗേറ്റ് ചെയ്ത അല്ലെങ്കിൽ മോക്ഷം പ്രാപിക്കാനായി മഹാവീരൻ മുന്നോട്ട് വെച്ച തത്വങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ തത്വങ്ങളാണ് മഹാവീരൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് മോക്ഷം പ്രാപിക്കാൻ? റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് ബിലീഫ് എന്ന് പറയുന്ന 3 രത്നാസ് എന്നറിയപ്പെടുന്ന 3 കാര്യങ്ങളുണ്ട് അല്ലെ. റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി, ശരിയായ ജ്ഞാനം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ കാര്യങ്ങളാണ് ഏത് 3 രത്നാസ് എന്നറിയപ്പെടും എന്നുള്ള കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. 4 മാർക്കിനാണ്. അപ്പൊ എവിടെ നിന്ന് എഴുതണം? മഹാവീരനെ പറ്റി എഴുതി തുടങ്ങിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ നമുക്ക് അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് പോലെ അറേഞ്ച് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. കോളം എക്ക് അനുസരിച്ച് ബിയിനെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എഴുതുക. പട്കായി ബൂം എവിടെയാണുള്ളത്? പട്കായി ബൂം പരുവഞ്ചാൽ ഹിൽസിലാണ്. ദെൻ നൈനിത്താൽ എവിടെയുള്ളത്? നൈനിത്താൽ എവിടെയാണ്? പോട്ടെ. ഷിംല എവിടെയാണ്? മൗണ്ട് K2 കശ്മീർ ഹിമാലയത്തിലാണ്. ഷിംല എവിടെയാണ് വരുന്നത്? നൈനിത്താൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് വരുന്നത്. ഷിംല ഹിമാചൽ ഹിമാലയത്തിലാണ് വരുന്നത്. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? അത് നമ്മൾ ഓരോ ഹിമാലയസ് ആയിട്ട് പഠിക്കുമ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെറുതാണെങ്കിലും നോട്ട് ചെയ്ത് പഠിക്കുക. ദെൻ അടുത്തത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലീഡ് ടു ഹ്യൂമൻ ബിഗിൻസ് അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ഡ്യൂറിംഗ് ദ നിയോലിത്തിക് ഏജ്. നിയോലിത്തിക് ഏജിൽ, നവീന ശിലായുഗത്തിൽ മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കുവാനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റത്തെ ചാപ്റ്ററിലെ ഹിസ്റ്ററിയിലെ ഫസ്റ്റത്തെ ചാപ്റ്ററിലെ ചോദ്യമാണിത്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരുന്നു? പോപ്പുലേഷൻ കൂടിയത് അല്ലെ, ജനസംഖ്യ കൂടിയത്, അതേപോലെ തന്നെ സാമൂഹിക മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ വർധനവ്, അതേപോലെ തന്നെ സാങ്കേതിക വിദ്യയിൽ ടെക്നോളജീസിൽ വന്ന മാറ്റങ്ങളൊക്കെയാണ് നവീന ശിലായുഗത്തിൽ. അത് കൃത്യമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. നിയോലിത്തിക് ഏജിന്റെ ഭാഗങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓരോ പാഠങ്ങളും പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോയിന്റ് നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ദെൻ അടുത്തത് 22ാമത്തെ ചോദ്യം എന്ന് പറയുന്ന അശോകധർമ്മ എന്നാൽ എന്ത്? പ്രധാന ആശയങ്ങൾ എന്താണ്? അശോകധർമ്മ എന്ന് പറഞ്ഞാൽ എന്താന്നാ പറഞ്ഞത്? അശോക രാജാവ് തന്റെ പ്രജകൾക്കിടയിൽ അല്ലെ സഹവർത്തിത്വവും സമാധാനവും വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയതാണ് ഇത് അശോകധർമ്മ അല്ലെങ്കിൽ അശോകധാമ എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് പഠിക്കുക. ഇത് കാര്യങ്ങളെ പറ്റി ചെറിയൊരു പാരാഗ്രാഫ് ആയിട്ടോ പോയിന്റ് ആയിട്ടോ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയിന്റുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര മാർക്ക് കിട്ടും? 4 മാർക്ക് ചുമ്മാ നമ്മുടെ കയ്യിൽ കിട്ടും അല്ലെ, ചുമ്മാ കിട്ടും. ദെൻ അടുത്തത് ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ സ്റ്റോൺ ഏജസ് റെപ്രസെന്റഡ് ബൈ ദ സൈറ്റ് ഗിവൺ ബിലോ. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ചുവടെ നൽകിയിരിക്കുന്ന ശിലായുഗ കേന്ദ്രങ്ങളിൽ ഏതേത് ശിലായുഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് തിരിച്ചറിയുക, എഴുതുക. ദെൻ എക്സാമ്പിൾ നെവാസ എന്ന് പറയുന്നത് താമ്രശിലായുഗം അല്ലെങ്കിൽ ചാൽക്കൊലിത്തിക് ഏജിലാണെന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത് ഏതാണ്? ഷോവെ എന്ന് പറയുന്നത് ഏതാണ്? പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജിലാണ് ഏത് വരുന്നത്? ഷോവെ വരുന്നത്. ദൈമാബാദ് എന്ന് പറയുന്നത് ഏത് ശിലായുഗത്തിലാണ് വരുന്നത്? ചാൽക്കൊലിത്തിക് ഏജ് അല്ലെങ്കിൽ താമ്രശിലായുഗത്തിലാണ് വരുന്നത്. ദെൻ അടുത്തത് ഏതാണ്? ജാർമോ എന്ന് പറയുന്നത് നിയോലിത്തിക് ഏജിലാണ് വരുന്നത്, നവീന ശിലായുഗത്തിലാണ് വരുന്നത്. ലെഗ്ജാവോർ എന്ന് പറയുന്നത് ഏത് ശിലായുഗത്തിൽ വരുന്നതാണ്? ലെഗ്ജാവോർ എന്ന് പറയുന്നത് മധ്യശിലായുഗം അല്ലെങ്കിൽ മെസോലിത്തിക് ഏജിലാണ് ഏത് വരുന്നത്? ലെഗ്ജാവോൽ വരുന്നത്. അപ്പോൾ അത് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഇത്തരത്തിലാണ് ഈ ഭാഗങ്ങളിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യത എന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത്. അല്ലാണ്ട് ഇത് തന്നെ വരും എന്നല്ല കേട്ടോ. ഇത്തരത്തിൽ ഈ രീതിക്കായിരിക്കും ചോദ്യങ്ങൾ വരാൻ സാധ്യത. ഓക്കെ, ദെൻ അടുത്തത് ഗീവ് റീസൺസ് ഫോർ ദ എക്സസീവ് കോൾഡ് വെദർ എക്സ്പീരിയൻസ്ഡ് ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഡ്യൂറിംഗ് ദ വിന്റർ സീസൺ. അതായത് വിന്റർ സീസണിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ അതികഠിനമായ ശൈത്യകാലം അനുഭവപ്പെടാനുള്ള കാരണങ്ങൾ 4 പോയിന്റുകളായിട്ട് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൾഡ് വെദർ സീസണിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ആ 4 പോയിന്റുകൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4 മാർക്ക് കിട്ടും.
ഓക്കെ, ദെൻ ഇനി 25 മുതൽ 26 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 10 എഴുതാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അതിൽ 25ാമത്തെ ചോദ്യത്തിനാണ് നിങ്ങൾ ഉത്തരം എഴുതുന്നത്. കമ്പയർ ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഇൻ ഏർലി ആൻഡ് ലേറ്റർ വേദിക് പീരീഡ്. ഏർലി വേദിക് പീരീഡും ലേറ്റർ വേദിക് പീരീഡും അല്ലെ, ഏർലി വേദിക് പീരീഡിനെ പറ്റിയും ലേറ്റർ വേദിക് പീരീഡിനെ പറ്റിയിട്ടും എന്താണ്? ഏർലി വേദിക് പീരീഡ് ആദ്യകാല വേദകാലവും പിൽക്കാല വേദകാലവും അല്ലെ, ഏർലി വേദിക് പീരീഡും ലേറ്റർ വേദിക് പീരീഡിനെ പറ്റിയിട്ടും കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഹിൻസ് തന്നിട്ടുണ്ട്. ആ ഹിൻസിനെ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? കമ്പയർ ചെയ്യാൻ. ഒന്നെന്താ? സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ വുമൻ അല്ലെ, വിമൻസിന്റെ സോഷ്യൽ സ്റ്റാറ്റസ്, ഫോം ഓഫ് ദ വർഷിപ്പ്, ആരാധന രീതി, ഇതിനെയൊക്കെ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? കമ്പയർ ചെയ്യാൻ. ഈ പോയിന്റുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 4 മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി 6ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ഫേസസ് ഓഫ് ടൂറിസം ഇൻ ഡെവലപ്മെന്റ് ഓഫ് ഹിമാലയൻ റീജിയൻ. ഹിമാലയൻ റീജിയന്റെ ഡെവലപ്മെന്റിന് ടൂറിസത്തിന്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ടൂറിസം എങ്ങനെയാണ് ഡെവലപ്മെന്റ് ചെയ്തതെന്നാണ് ലാസ്റ്റ് 26ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇത് നമ്മൾ 2ാമത്തെ ചാപ്റ്ററിലെ ഫസ്റ്റ് ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗം ടൂറിസം അല്ലെ, 3 ഫേസുകളിലായിട്ടാണ് ടൂറിസം അവിടെ ഡെവലപ്മെന്റ് വന്നത്. ഒന്നാമത് എന്ന് പറയുന്നത് തീർത്ഥയാത്രകളൊക്കെ ആയിരുന്നു അല്ലെ, പല തീർത്ഥാടനത്തിനും പറ്റിയ പല തീർത്ഥാടനങ്ങൾ നടത്തുന്ന പല സ്ഥലങ്ങളും അവിടെയുണ്ട്. അങ്ങോട്ട് തീർത്ഥയാത്രകളായിരുന്നു ആദ്യത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. 2ാമത്തെ ഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം അവിടെ പല എന്താണ് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ പാകത്തിനുള്ള ചില മേഖലകൾ, മസാജ് സെന്ററുകൾ, അങ്ങനത്തെ പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഏതൊക്കെ ഫേസുകളിലാണ് അവിടെ ഡെവലപ്മെന്റ്, ടൂറിസത്തിൽ ഡെവലപ്മെന്റ് ഉണ്ടായെന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതുക. അടുത്ത സെഷൻ 27 മുതൽ 28 വരെയുള്ള ചോദ്യങ്ങളാണ്. 27ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം ബേസ്ഡ് ഓൺ ദ ഹിൻസ്. ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റത്തിന്, ഹിമാലയൻ നദീ വ്യവസ്ഥയെ പറ്റിയിട്ട് എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന്റെ ഹിൻസുകൾ എന്തിനെ പറ്റിയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം? ഹിമാലയൻ റിവേഴ്സ് ആൻഡ് ദെയർ ഒറിജിൻ, ഹിമാലയ നദികളെയും അതിന്റെ ഉദ്ഭവ സ്ഥാനങ്ങൾ എവിടെയാണ് എന്നൊക്കെ കാര്യങ്ങൾ എന്തിൽ വേണം? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകണം. അതേപോലെ തന്നെ ലാൻഡ് ഫോംസുകൾ, എങ്ങനെയാണ് ലാൻഡ് ഫോംസുകൾ ഉണ്ടായത്, കാര്യങ്ങളെ പറ്റിയൊക്കെ എന്ത് ചെയ്യണം? ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമാണ് എഴുതാൻ പറ്റുള്ളൂ. ഈ 27ാമത്തെ ചോദ്യത്തിന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. 27ാമത്തെ ആദ്യത്തേത് എ നമുക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? ബി എഴുതാം. ബി എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ നാച്ചുറൽ വെജിറ്റേഷൻ? എക്സ്പ്ലെയിൻ 2 ടൈപ്സ് ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ ഇൻ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. എന്താണ് നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നൈസർഗിക സസ്യജാലങ്ങൾ എന്താണ്, അതിന്റെ ഏതൊക്കെ 2 വെറൈറ്റീസ്, ഡിഫറെന്റ് ടൈപ്സുകൾ ഏതൊക്കെയാണെന്നാണ്. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലുള്ള 2 വെറൈറ്റീസസ് ഏതൊക്കെയാണ്? ഏതെങ്കിലും 2 വെറൈറ്റീസിനെ പറ്റി എഴുതുക. എത്ര മാർക്ക് കിട്ടും? ഒന്നെങ്കിൽ എ എഴുതാം, അല്ലെങ്കിൽ ബി എഴുതാം. അറിയുന്നത് ഏതാണോ അതിന് ആൻസർ ചെയ്യുക. എത്ര മാർക്ക് കിട്ടും? 5 മാർക്ക്. 5 മാർക്കിന്റെ ഒരു ചോദ്യം. ദെൻ 28ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എസ് എ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റത്തത് എന്ന് പറയുന്നത് വാട്ട് അനലൈസ് ദ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ദാറ്റ് ലെഡ് ടു എമർജൻസ് ഓഫ് ദ ന്യൂ ഐഡിയാസ് ഇൻ ദ ഇന്ത്യ ഡ്യൂറിങ് ദ 16th century BCE. അതായത് 16ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ പുതിയ ആശയങ്ങൾ ഉദ്ഭവിക്കാൻ പിന്നിലുണ്ടായ കാര്യങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആണ്, ഗംഗാ തടത്തിലെ എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയ ആശയങ്ങൾ രൂപീകരിക്കാൻ അല്ലെങ്കിൽ ഉത്ഭവിക്കാൻ കാരണമായത് എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക? അത് എക്സ്പ്ലെയിൻ ചെയ്യുക. എത്ര മാർക്കിനാണ്? 6 മാർക്കിനാണ്. ഇനി ഇതറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കിവിടെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. കമ്പയർ ദ ലൈഫ് പാറ്റേൺ ഓഫ് ദ പാലിയോലിത്തിക് ആൻഡ് മെസോലിത്തിക് ഹ്യൂമൻസ് ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഗിവൺ. അതായത് മെസോലിത്തിക് ഏജിനെ പറ്റിയും പാലിയോലിത്തിക് ഏജിനെ പറ്റിയിട്ടും പ്രാചീന ശിലായുഗത്തെ പറ്റിയിട്ടും മധ്യശിലായുഗത്തെ പറ്റിയിട്ടും തന്നിരിക്കുന്ന സ്റ്റോൺ ടൂൾസ് ഏതൊക്കെയാണ് ഉപയോഗിച്ചത്, വേ ഓഫ് ലീവിങ്, എങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത്, ലേബറിന്റെ ഡിവിഷൻ എന്നിവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഓർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ അറിയാവുന്ന, ഏറ്റവും കൂടുതൽ ആൻസർ അറിയാവുന്ന ഏതാണോ എ ഓർ ബി, നിങ്ങൾക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതാം. ഇതിൽ തന്നിരിക്കുന്ന ഹിന്റുകളൊക്കെ എന്ത് വേണം? ആ കാര്യങ്ങളെ പറ്റി നമ്മൾ ആൻസേഴ്സിൽ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയിട്ട് ഉണ്ടാകണം. ഇതാണ് നമ്മുടെ 9ാം ക്ലാസ്സിന്റെ ഹിസ്റ്ററിയുടെ സോഷ്യലിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെറിയൊരു സാമ്പിൾ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നോക്കി നോക്കാം. സാമ്പിൾ ചെറിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏതാണ് ലോകത്തിന്റെ മേൽക്കൂര?
പാമിർ നോട്ടാണ് അല്ലെ. ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും, പാമിർ നോട്ടാണ്. ദെൻ രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോ, ഇതേപോലെ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ടൈമിൽ ഡിസ്കസ് ചെയ്തതുപോലെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതൻസിലെ ജനാധിപത്യ സവിശേഷതകളിൽ പെടാത്തത് കണ്ടെത്തുക. ഏതൻസിലെ ജനാധിപത്യ സവിശേഷതകളിൽ പെടാത്തത് ഏതൊക്കെയാണോ അതാണ് കണ്ടുപിടിക്കുന്നത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഫീച്ചർ ഓഫ് ഏതൻ ഡെമോക്രസി. ഏതൻസ് ഡെമോക്രസിയുടെ ഫീച്ചേഴ്സിൽ പെടാത്ത കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൻസ് ഡെമോക്രസി എങ്ങനെയാണ്, അവിടുത്തെ ആരെയൊക്കെയാണ് പൗരന്മാരായിട്ട് കണക്കാക്കുന്നത്, ജനാധിപത്യം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ നിന്നും ഉത്തരങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഒന്നാമത്തത്, അടിമകളെ സ്ത്രീകളെ പൗരന്മാരായി കണക്കാക്കിയിരുന്നില്ല. സവിശേഷതയിൽ പെടാത്തതാണോ പെട്ടതാണോ? സവിശേഷതയിൽ പെടുന്നതാണ് ഇത്, സ്ത്രീകളെ പൗരന്മാരായി കണക്കാക്കിയിരുന്നില്ല. ദെൻ അടിമകളെ പൗരന്മാരായി കണക്കാക്കിയിരുന്നു, സവിശേഷതകളിൽ പെടാത്ത കാര്യമാണ്. അതായത് ഏതൻസിലെ ജനാധിപത്യവുമായിട്ട് ഡെമോക്രസിയിൽ വരാത്ത കാര്യമാണ് ഇത്, അടിമകളെ പൗരന്മാരായി കണക്കാക്കിയിരുന്നു. ഇത് എടുത്തു വേണം എഴുതാന്. ഓക്കെ, അല്ലാണ്ട് ഇവിടെ സവിശേഷതകളിൽ പെടാത്തത് എന്നാണ് ചോദിച്ചത്. സവിശേഷതകൾ എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് എന്ത് കിട്ടില്ല, മാർക്ക് കിട്ടില്ല. ദെൻ 4 വർഷത്തിൽ 4 തവണ യോഗം ചേരുന്നു, അത് സവിശേഷതയാണ്. എന്താണ് പെടാത്തത്? കരകൗശല തൊഴിലാളികളെ പൗരന്മാരായി കണക്കാക്കിയിരുന്നില്ല. പെടാത്തത് ഏതാണപ്പോ? പെടാത്തത് അടിമകളെ പൗരന്മാരായി കണക്കാക്കിയിരുന്നു എന്നുള്ള കാര്യമാണ് ഇത് വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത്, നേർത്ത മണലും ജൈവാംശം നിറഞ്ഞ കരേവാസ് എന്ന മണ്ണ് ഏത് കൃഷിക്കാണ് ഏറ്റവും അനുയോജ്യമായത്? കരേവാസ് എന്ന് പറഞ്ഞ മണ്ണ് ഏത് കൃഷിക്കാണ്? സഫ്രോൺ അല്ലെ, സഫ്രോൺ അല്ലെങ്കിൽ കുങ്കുമ കൃഷിക്കാണ് ഏറ്റവും അനുയോജ്യമായത്. ഗോതമ്പ്, പയറ് വർഗ്ഗങ്ങൾ തുടങ്ങിയ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? റാബി ആണോ, ഖാരിഫ് ആണോ, സെയ്ദ് ആണോ? ഏത് സീസണിലാണ് ഗോതമ്പ്, കടുകൊക്കെ? റാബിയിലാണ് വരുന്നത് അല്ലെ. ഏത് സീസണാണ്? റാബിയിലാണ് വരുന്നത്. What is the primary factor that determines human resources? ഹ്യൂമൻ റിസോഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന, ഹ്യൂമൻ റിസോഴ്സിനെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം ഏതാണെന്നാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. ഏതാണ്? ജനസംഖ്യയുടെ വലിപ്പമാണ്. ഏതാണ്? ജനസംഖ്യയുടെ വലിപ്പം. ഓക്കെ, ഇത്രയാണ് ഇത് 1 വേർഡ് ചോദ്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കി നോക്കാം. ആൻസർ എനി 8 ഫ്രം ദ 6 to 15, 6 മുതൽ 15 വരെയുള്ളതിൽ ഏതെങ്കിലും 8 എണ്ണം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ ചോദ്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് നോക്കിക്കോ. സിംഗിൾ സിറ്റിസൺഷിപ്പ് ഈസ് എ ഫീച്ചർ ഓഫ് ഇന്ത്യൻ ഫെഡറലിസം. ഇവിടെ ഇന്ത്യൻ ഫെഡറലിസം ചോദ്യത്തിന്റെ രീതി മാറിയിട്ടുണ്ട്. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഒരു സവിശേഷത തന്നിട്ട് മറ്റ് സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ മറ്റ് സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മോഡൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഫസ്റ്റ് ടൈമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. മോഡൽ ക്വസ്റ്റ്യന് അത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ടെന്നുള്ളത് ഓർക്കുക. ദെൻ അപ്പോൾ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഫീച്ചേഴ്സ് എന്ത് ചെയ്യണം? പഠിക്കണം. Then a renowned archaeologist Gordon Childe named Neolithic period as a Neolithic revolution. നിയോലിത്തിക് പീരീഡിനെ അല്ലെങ്കിൽ നവീന ശിലായുഗത്തിന് നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താണ്? ഗോർഡൻ ചൈൽഡ്സ് എന്ന് പറയുന്ന ആർക്കിയോളജിസ്റ്റ്, പുരാവസ്തു ഗവേഷകൻ എന്തുകൊണ്ടാണ് അങ്ങനെ നിയോലിത്തിക് ഏജിനെ വിശേഷിപ്പിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നിയോലിത്തിക്കിന്റെ ഏജിന്റെ കാര്യങ്ങൾ പറയുന്ന പാരാഗ്രാഫിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു നോക്കുക കേട്ടോ. ദെൻ വാട്ട് ഈസ് ആലുവേൽ പ്ലെയിൻ ആൻഡ് വാട്ട് ആർ ദ 2 ഡിവിഷൻസ്? എന്താണ് ആലുവേൽ പ്ലെയിൻ അല്ലെങ്കിൽ എക്കൽ സമതലങ്ങൾ എന്താണ്? ഇതിന്റെ 2 വിഭാഗങ്ങൾ എന്താണെന്നാണ് മോഡൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ 2 വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ആലുവേൽ പ്ലെയിനിന്റെ 2 വിഭാഗങ്ങൾ. പഴയ ആലുവേൽ നിക്ഷേപങ്ങളെ അല്ലെങ്കിൽ ഓൾഡ് ആലുവേൽ ഡിപ്പോസിറ്റിനെ എന്തെന്ന് പറയും? ബങ്കർ എന്നും പുതിയതിനെ ഗദർ എന്നും പറയുന്ന ആ 2 ഡിവിഷൻസ് ആണുള്ളത്. ആ 2 ഡിവിഷൻസ് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ദെൻ റൈറ്റ് എനി 3 റീസൺസ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് കോൾഡ് വെതർ ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നമ്മൾ ഫസ്റ്റ് ടൈമിൽ ഡിസ്കസ് ചെയ്ത അതേ ചോദ്യം തന്നെയാണ് വന്നിരിക്കുന്നത്. കോൾഡ് വെതറിന് കാരണമാകുന്ന റീസൺസ്, കോൾഡ് വെതറിന് കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ലേബർ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. വൈ? എന്തുകൊണ്ടാണ് ലേബറിനെ ഏറ്റവും ഉൽപാദന പ്രക്രിയയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഘടകം എന്ന് പറയാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക? നമ്മുടെ ജോഗ്രഫിയുടെ 4ാമത്തെ ചാപ്റ്റർ വായിച്ച് അങ്ങോട്ട് മനസ്സിലാക്കിയിട്ട് ചാമ്പിക്കോളുക, എഴുതുക. ദെൻ prepare a brief note on sanghas formed by the propagation of the
സംഘങ്ങളുടെ അല്ലെ സംഘങ്ങൾ എങ്ങനെയാണ് ബുദ്ധിസം പ്രൊപ്പഗേറ്റ് ചെയ്തത്, പ്രചരിപ്പിച്ചത് എന്നാണ് ചോദിച്ചത്. അവരുടെ ഇമ്പോർട്ടൻസ് എന്താണ്, കാര്യങ്ങൾ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, എഴുതേണ്ടത്. ദെൻ സുന്ദർബൻ ഡെൽറ്റ റീജിയനെ പറ്റിയിട്ട് എഴുതുക. എന്താണ് സുന്ദർബൻ ഡെൽറ്റ റീജിയൻ, എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഡെൽറ്റ റീജിയൻ എന്താണ്, സുന്ദർബൻ ഡെൽറ്റ റീജിയൻ എന്താണെന്ന് എഴുതുക. അടുത്ത റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, ദ 3 types of plate boundaries. പ്ലേറ്റ് ബൗണ്ടറീസ് എന്താണ് എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ്. ആ പ്ലേറ്റ് ബൗണ്ടറീസിന് താഴെ തന്നെ ചെറിയ സെന്റൻസ് തന്നിട്ടുണ്ടല്ലോ, അത് മാത്രം എന്ത് ചെയ്താൽ മതി, പഠിച്ച് എഴുതിയാൽ മതി. ദെൻ വീണ്ടും ചോദിച്ചിരിക്കുന്നു അശോകധാമ അല്ലെ. നേരത്തെ അശോകധാമ അല്ലെങ്കിൽ അശോകധർമ്മ എന്താണെന്ന് ചോദിച്ചെടുത്തോടത്ത് ഇവിടെ എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, നെയിം ദ ഐഡിയ പ്രൊപ്പഗേറ്റഡ് ബൈ ദ എംപറർ അശോക ടു മെയിൻറ്റെയിൻ പീസ് ആൻഡ് കോഎക്സിസ്റ്റൻസ് എമോൺ ഹിസ് സബ്ജക്ട്സ്, വാട്ട് വെർ ദ മെയിൻ ഐഡിയ, എന്തൊക്കെയായിരുന്നു അതിന്റെ മെയിൻ ഐഡിയാസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ഡയറക്ട്ലി ചോദിച്ചു, ഇപ്പൊ എന്താണ് ചോദ്യം തന്നിട്ട് എന്തായിരുന്നു അത് എന്നുള്ള രീതിക്കാണ് ചോദിച്ചിരിക്കുന്നത്. ടൂറിസം, ഹിമാലയത്തിൽ ടൂറിസം ഡെവലപ്മെന്റ് ചെയ്യാനുള്ള കാരണമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടൈമിലും ചോദിച്ച ചോദ്യങ്ങളാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ എന്തുകൊണ്ട് അർബനൈസേഷൻ ഇൻ ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്നു, കാരണം എന്താണെന്നാണ് 17ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ എന്താണ് 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ആൻസർ ചെയ്യുകയും വേണം. ഓക്കെ. ദെൻ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന, ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരുന്നത്. ഏതൊക്കെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പോയിന്റ് ആയിട്ട് തന്നെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ആ പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്, Kunlun is a mountain range that originate from the Pamir Knot. Write the names of another one എന്നൊക്കെ പറഞ്ഞ് പാമിർ നോട്ടിൽ നിന്ന് ഉദ്ഭവിക്കുന്ന മറ്റ് പർവ്വതക്കെട്ടുകൾ ഏതൊക്കെയാണ് പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഹിമാലയൻ സോൺ, കാളിക്കും ടീസ്റ്റയിലും ഇടയിലുള്ള ഹിമാലയൻ സോൺ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ചെമയുങ് ഗ്ലേസിയറിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ബ്രഹ്മപുത്ര. ദെൻ നെയിം ദ സദേൺ മോസ്റ്റ് മൗണ്ടൻ റേഞ്ചസ് ഓഫ് ഹിമാലയത്തിന്റെ സദേൺ മോസ്റ്റ് മൗണ്ടൻ റേഞ്ചസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ 1 വേർഡിന് എഴുതി കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും, 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന്റെ ഉത്തരങ്ങൾ ചോദ്യങ്ങളാണ്, 4 മാർക്കിന്റെ അല്ലെ. അപ്പൊ നമുക്ക് 4 മാർക്ക് ലഭിക്കും. ദെൻ മഗധയുടെ ഇമ്പോർട്ടൻസ് ആണ് അടുത്തൊരു ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. മഗധ എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് പവറും ഒക്കെ കിട്ടാനുള്ള കാരണം, അല്ലെങ്കിൽ എല്ലാവരേക്കാളും മുന്നിൽ മഗധ എത്താനുള്ള കാരണം, പവർ എന്താണ്, മഗധയുടെ എന്തൊക്കെ കാര്യങ്ങളാണ് മഗധയെ മറ്റുള്ള ജനപദങ്ങളെ അപേക്ഷിച്ച് മുന്നിൽ എത്തിക്കുന്നത് എന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ബേ ഓഫ് ബംഗാളിന്റെ സൗത്ത് വെസ്റ്റ് മൺസൂണിനെ പറ്റിയിട്ട്, തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈമിലും ഇതേ ചോദ്യങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് മോഡൽ തന്നാണ്, മോഡലിൽ എന്താണ് അത്തരത്തിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഏതാണ്, ട്രൈബൽ സോഷ്യൽ സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ വേദിക് പീരീഡിലെ ട്രൈബൽ സോഷ്യൽ സിസ്റ്റം ഏതാണ്. ദെൻ പ്രൊമിനന്റ് ട്രേഡേഴ്സ് ഓഫ് ദ മൗര്യൻ പീരീഡിലെ പ്രൊമിനന്റ് ട്രേഡേഴ്സ് ആരൊക്കെയാണ്. ദ റിച്ച് പീപ്പിൾ ദാറ്റ് വെർ ട്രേഡിൽ ഉൾപ്പെടുത്തിയിരുന്ന, വ്യാപാരത്തിൽ ഉൾപ്പെട്ടിരുന്ന ധനാഢ്യന്മാർ ആരാണ്, എന്താണ് അവരെ അറിയപ്പെടുന്നത്. മാച്ച് ദ ഫോളോയിങ് ആണ്. എന്ത് ചെയ്യുക, ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി, നമുക്ക് പിന്നീടും ഉപയോഗപ്പെടുത്താം അല്ലെ. ദെൻ ട്രോപ്പിക്കൽ ഡെസേഡിയസ് ഫോറസ്റ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. നാച്ചുറൽ വെജിറ്റേഷൻ അല്ലെ, നാച്ചുറൽ വെജിറ്റേഷൻ ഒരു വിഭാഗമാണ് ഇത് ട്രോപ്പിക്കൽ ഡെസേഡിയസ് ഫോറസ്റ്റ്. അതിന്റെ 2 ഫാക്ടേഴ്സിനെ പറ്റിയിട്ടാണ് ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്, 2 ടൈപ്പിനെ പറ്റിയിട്ട്. ദെൻ മെസോലിത്തിക് സൈറ്റുകൾ, യൂറോപ്പിലെ മെസോലിത്തിക് സൈറ്റുകൾ ഏതൊക്കെയാണ്, മെസോലിത്തിക് ഏജിന്റെ ഫീച്ചേഴ്സുകളും ആണ് മറ്റൊരു ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ദെൻ യൂണിയൻ ലിസ്റ്റിന്റെയും കൺകറന്റ് ലിസ്റ്റിനെ പറ്റിയിട്ട് ഷോർട്ട് നോട്ട്. മറ്റൊരിടത്ത് നമുക്ക് യൂണിയൻ ലിസ്റ്റ് ഏതാ, കൺകറന്റ് ലിസ്റ്റിൽ പെടാത്ത ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യാനാണ്. ഇവിടെ കൃത്യമായിട്ട് എന്ത് വന്നിട്ടുണ്ട്, ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ റൂള് ചോദിച്ചിട്ടുണ്ട്. ദെൻ വീണ്ടും വന്നു കഴിഞ്ഞാൽ ഏർലി വേദിക് പീരീഡിനെയും ലേറ്റർ വേദിക് പീരീഡിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിനെപ്പറ്റി എന്ത് ചെയ്യാം, വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ സമർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ രീതിക്കാണ് വന്നിരിക്കുന്നത്. ദെൻ 5 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ റീജിയണൽ ഡിവിഷൻസ് ചോദിച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ സമതലത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് 5 മാർക്കിന് എസ് പോലെ ചോദിച്ചിരിക്കുന്നത്. ദെൻ നോർത്ത് ഇന്ത്യൻ പ്ലെയിനെ 3 സോണുകളായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ് സോണ്, എന്താണ് അതിന് കാരണം എന്നാണ് ചോദിച്ചത്. ടെറായി, ബാദർ, ആലുവിയൽ പ്ലെയിൻസ് അല്ലെ, 3 സോണുകൾ, അത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാലിയോലിത്തിക് ഏജിൽ
ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലെ. പ്രാചീന ശിലായുഗ കാലഘട്ടത്തിൽ ഉപയോഗിച്ച ഉപകരണങ്ങൾ മനുഷ്യരുടെ ജീവിതത്തെ പറ്റിയൊക്കെ എന്താണ് കുറിപ്പുകൾ എഴുതാനാണ്. മോഡൽ ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഇതിനെ ആസ്പദമാക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതിന്റെ മോഡലാണ് തന്നിരിക്കുന്നത്. ഇതേ ക്വസ്റ്റ്യൻസ് വരും എന്നല്ല, ഇത്തരത്തിലും നമ്മൾ അവോയ്ഡ് ചെയ്ത് കളയുന്ന ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യുക, ഇതൊക്കെ വെച്ചിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.